ഹായ്, എല്ലാവർക്കും സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹരിയാനയിലാണ്. ഈ കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഹരിയാനയിലാണ് ഞങ്ങളുടെ രാത്രി ചെലവഴിച്ചത്. ഹരിയാനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ ഒത്തിരി ആളുകൾക്ക് ഹരിയാനയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ എനിക്ക് പോലും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല എന്നറിയാം. എങ്കിലും കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഈ ഹരിയാനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞങ്ങൾ ഇവിടെ വന്ന് മൊത്തം എല്ലാ ആളുകളുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഡൽഹിയുടെ ഈ ഹരിയാനയുടെ ഭൂപ്രകൃതിയുടെ 3 പ്രദേശങ്ങൾ ടച്ച് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. 3 അതിർത്തികൾ മുട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഹരിയാന. ഡൽഹിയുമായിട്ട് 3 ഭാഗം, 3/4 ഭാഗവും ടച്ച് ചെയ്തിരിക്കുന്ന അതിർത്തി സംസ്ഥാനം ഡൽഹിയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ആ ഒരു നേട്ടമില്ല. പഞ്ചാബും അതുപോലെ രാജസ്ഥാനും ഓരോ അതിർത്തികൾ പങ്കിടുന്ന മറ്റൊരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ഹരിയാനയുടെ തലസ്ഥാനം ഏതെന്ന് കേട്ടാലാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ അതിശയോക്തിയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഹരിയാനയുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അപ്പം നിങ്ങളിൽ പലർക്കും തോന്നും, ഹരിയാനയുടെ തലസ്ഥാനം ചണ്ഡീഗഡല്ല, പഞ്ചാബിൻ്റെ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. സത്യമാണ്. പഞ്ചാബിൻ്റെ തലസ്ഥാനവും ഹരിയാനയുടെ തലസ്ഥാനവും ചണ്ഡീഗഡാണെന്ന് നമ്മൾ മലയാളികൾക്ക് എത്ര പേർക്കറിയാം? അതാണ് ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുള്ള, ഏറ്റവും കൂടുതൽ പണക്കാരുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണമുള്ള ഏക സംസ്ഥാനവും ഹരിയാനയാണ്. ഞങ്ങൾ കഴിഞ്ഞ 100 കിലോമീറ്റർ ഹരിയാന സഞ്ചരിച്ചപ്പോൾ ഇവിടെ കൃഷിയിൽ നിന്നും മാത്രമാണ് ആൾക്കാർ മില്യനേഴ്സ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ എടുത്ത് പരിശോധിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാക്ടറുള്ള സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാക്ടർ നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ട്രാക്ടറൊക്കെ കേട് വന്നാൽ അതിൻ്റെ കമ്പോണൻസ് അത് വാങ്ങാൻ ഇവിടെ എത്തേണ്ട സാഹചര്യമാണ്. മൾട്ടി മില്യനേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഹരിയാനയാണെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് കുട്ടിക്കാലത്ത് 25 വർഷം മുമ്പ് വന്നവരൊക്കെ ചെറിയ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഹരിയാന ഇന്ന് മാറിയിരിക്കുന്നു. ഞങ്ങൾ കിടക്കുന്ന ഈ ഹോട്ടൽ മുറിക്ക് പോലും ഇവിടെ പൈസയ്ക്ക് ഒരു വിലയുമില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്ത് കിടന്നപ്പോഴും 1500, 1800, 2000 രൂപയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇപ്പം ഈ കിടക്കുന്ന മുറിക്ക് 4000 രൂപ കൊടുക്കേണ്ടി വന്നു. ഏറ്റവും ചീപ്പ് റേറ്റാണ് പോലും. അപ്പം ചിന്തിച്ച് നോക്കണം നമ്മൾ ഹരിയാനയുടെ ആ പുതുപ്പ്. മനോഹർ ലാൽ ഖട്ടാർ എന്ന BJPയുടെ ഒരു മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഹരിയാന ഭരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കൃഷിയിൽ നിന്ന് മാത്രമാണ് അവർ മൾട്ടി മില്യനേഴ്സ് ആയിട്ടുള്ളത്. കൃഷിയല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. എന്നാൽ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ്സ്, നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു വാക്കാണ് കോർപ്പറേറ്റ്സ്, ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ്സ് ഉള്ള നാടും ഹരിയാനയാണ്. നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ, റോബർട്ട് വധേരയുടെ ജന്മദേശവും ഇത് തന്നെയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റ് ഇതിഹാസം കപിൽ ദേവിൻ്റെ ജന്മസ്ഥലവും ഹരിയാനയാണ്. ഈ ഹരിയാനയിലെ ഈ ഹോട്ടൽ മുറിയിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അന്തി ഉറങ്ങിയത്. എന്തിന്? ഈ ഹോട്ടൽ മുറിയുടെ ഒരു പ്രദേശം തന്നെ ഹോം ടു ക്രോർപതി, അതായത് ഇന്ത്യയുടെ ഡെൻമാർക്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഹരിയാനയെ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് കാറുകളുടെ അതുപോലെ തന്നെ മറ്റ് പാഴ്സുകളും എല്ലാം റൈസ് ബൗൾ ഓഫ് ഇന്ത്യ. ഡെൻമാർക്ക്, ഇന്ത്യയുടെ ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. കേരളത്തിൻ്റെ കലവറയാണ്, നെല്ലറയുടെ കലവറയാണ് പാലക്കാട് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ കലവറയാണ് പാലക്കാട്. ഇന്ത്യയുടെ കലവറയാണ് ഹരിയാന. കേരളത്തിൻ്റെ കലവറയാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ വാക്കുകളിൽ കാണാപ്പടം പറയുന്നതല്ല, തെറ്റുകൾ വരാം. ഇന്ത്യയുടെ കലവറയാണ് ഈ ഹരിയാന. ഇവിടുത്തെ ഹോട്ടൽ മുറി തന്നെ നിങ്ങൾ നോക്കും. ഞാൻ ഇരിക്കുന്ന ഈ പ്രദേശം ഒന്ന് നോക്കൂ. ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുന്ന ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ മുറി നിങ്ങളെ ഒന്ന് കാണിക്കാം.
നോക്കിക്കോളൂ. ഇതിൻ്റെ ആ സൗന്ദര്യം, ഹോട്ടൽ മുറിയുടെ ആ സൗന്ദര്യം നിങ്ങൾ നോക്കൂ. എന്താണ് അതിൻ്റെ ആ ഒരു ലുക്കെന്ന് നോക്കൂ. ഈ ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ആ വീഡിയോയും എന്തിന് ഇവിടുത്തെ ഈ ഇതുണ്ടല്ലേ, എത്ര വലിയ മുറിയാണെന്ന് നോക്കൂ. എത്ര വലിയ മുറികളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കൂ. നമ്മുടെ നാട്ടിലുള്ള കർഷകരല്ല, മൾട്ടി മില്യനേഴ്സായ കർഷകരാണ് ഇവിടെ. ബാത്റൂമിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അവിടെയും നോക്കും ഫെസിലിറ്റി കണ്ടു. ഒരു ചായയുടെ വില 25 രൂപ, ഒരു കോഫിയുടെ വില 35 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെ വില എന്നാന്ന്. മിനറൽ വാട്ടറിന് 30 രൂപ. എല്ലാത്തിനും വിലയും കൂടുതലാണ്. പൈസയ്ക്ക് വിലയില്ല ഇവർക്ക്. നിസ്സാരമായ സൂപ്പുകളുടെയൊക്കെ വില പേടിച്ചു പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മസാല ദോശയ്ക്ക് 110 രൂപ. ഓരോ ബ്രെഡ് ടോസ്റ്റിന് 90 രൂപ. വെജിറ്റബിൾ ഗ്രിൽഡ് സാൻഡ്വിച്ച് 140 രൂപ. എല്ലാത്തിനും നല്ല വിലയാട്ടോ ഇവിടെ. ഇനി നമുക്ക് ഈ ഹോട്ടലിൻ്റെ പുറത്തെ ഭീമാകരമായ ഈ ഹോട്ടലിൻ്റെ പുറത്തെ കാഴ്ചകൾ ഒന്ന് കാണാം. നമ്മൾ വിട പറയുകയാണ്. ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള ഞങ്ങളുടെ മുറിക്ക് ഓപ്പോസിറ്റുള്ള മുറിയുടെ അകലം നോക്കൂ, ദൂരം നോക്കൂ. ഇതാണ് ഹോട്ടലിൻ്റെ ഇടനാഴി. എല്ലാം വലിയ വലിയ മുറികളാണ്. ഇതിവിടുത്തെ ഏതോ വലിയ ഒരാളുടെ ഹോട്ടലാണ്. ഇതുപോലുള്ള 100 കണക്കിന് 1000 ഹോട്ടലുകൾ. ഹോട്ടലിൻ്റെ ഉൾവശം ചെക്കൗട്ട്. നമ്മൾ ഈ ഹോട്ടലിനോട് ഇവിടെ പറയുകയാണ്. വി ആർ ലീവിങ് ഹിയർ. വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ഹോട്ടലാണ്. എൻ്റെ യൂട്യൂബ് കസ്റ്റമേഴ്സ് എല്ലാവരും, യൂട്യൂബ് വ്യൂവേഴ്സ് എല്ലാവരും, എൻ്റെ വണ്ടിയാണ് അങ്ങ് താഴെ കിടക്കുന്നത്. ഹോട്ടലിൻ്റെ മുറിയിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു വലിയൊരു ഗുഹയിലേക്ക് കയറുന്നത് പോലെയാണ് ഈ ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. എന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാകും. റൗണ്ടിലാണ് ഇത് ഉണ്ടാക്കിയത്. ഒരു സ്തൂപം, കൊട്ടാരം, ഒരു ഫോർട്ട്, കോട്ട പോലെയാണ് ഈ ഹോട്ടൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ല, നമ്മുടെ വാഹനമാണ് പുറത്ത് കിടക്കുന്നത്. ഹോട്ടലിൻ്റെ പുറത്ത് 2ാം നിലയിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ ഇടനാഴിയുടെ ഒരു പ്രത്യേകത കണ്ടോ? ഇത് കണ്ടില്ലേ, റൂംസ് വമ്പൻ കോടി, ഏതാണ്ട് ഒരു 10 കോടി രൂപ മുടക്കി പിടിച്ചാൽ 10 കോടി രൂപയ്ക്ക് പോലും ഈ ഹോട്ടലിൻ്റെ വർക്ക് തീരില്ല. ഇതൊക്കെ തിയേറ്റർ പോലെയാണ് ഈ ഹോട്ടൽ. ഇതിൻ്റെ ഏറ്റവും വലിയ രസം, വെറും 5 രൂപയുടെ അല്ലെങ്കിൽ 3 രൂപയുടെ ഇഷ്ടിക കൊണ്ടാണ് ഈ മതിയായ ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിലെ സിമെൻറ്റ് ഇഷ്ടികയൊക്കെ വയ്ക്കുമ്പോൾ ഒരു 2 ഇഞ്ച് നീളമുള്ള വളരെ കുഞ്ഞ്, നോക്കിക്കോളൂ, വളരെ ചെറിയ ഇഷ്ടിക കൊണ്ടാണ് ഈ ഹോട്ടൽ പണിതിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പുറത്തു നിന്ന് ഈ ഹോട്ടലിൻ്റെ ഒരു പടം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ പിക്ചർ വ്യക്തമാകും. ഇപ്പോൾ നോക്കൂ, ഒരു തുരങ്കത്തിലേക്ക് കയറുന്ന പോലെ, ഹമാസിൻ്റെ തുരങ്കം പോലെയുള്ള വലിയൊരു ഗുഹയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. കണ്ടോ? ഇത് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കോൺഫറൻസ് ഹാളും ഇവിടെയുണ്ട്. നോക്ക്, റെസ്റ്റോറൻറ്റിൻ്റെ ഫെസിലിറ്റി കണ്ടാൽ നിങ്ങൾക്ക് ഞെട്ടിപ്പോകും. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ രാത്രി ഭക്ഷണം കഴിച്ച ഈ ഹോട്ടലിലെ ഈ റെസ്റ്റോറൻറ്റ്. ഇത് രാവിലെ 11 മണിക്ക് തുറക്കൂ. ഇത് നോക്ക്, 11 മണിക്ക് തുറക്കുന്ന ഈ ഹോട്ടൽ രാത്രി 11 മണി വരെ ഭക്ഷണം സുലഭമായി ലഭിക്കുന്ന ഈ ഹോട്ടലിൻ്റെ അകത്തെ കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് നമുക്ക് ഇറങ്ങിയതിന് ശേഷം പുറത്തെ കാഴ്ച നമുക്കൊന്ന് കാണാം. നോക്കൂ,
എത്ര വലിയ ശില്പിയുടെ കരവിരുതിലൂടെയാണ് ഈ ഹോട്ടൽ പൂർത്തീകരിച്ചിരിക്കുന്നതെന്നും മൊത്തം മാർബിൾ വിരിച്ചിരിക്കുകയാണ്. 4000 രൂപ നമുക്ക് വലിയൊരു എമൗണ്ട് ആണെങ്കിലും ഈ ഹോട്ടലിൻ്റെ നിർമ്മാതാക്കൾക്കുടെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഈ ഹോട്ടലിൻ്റെ ഒരു സൈഡാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 5 രൂപയിൽ താഴെയുള്ള ഇഷ്ടിക കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു പേര് പറഞ്ഞല്ലോ, ഇതെങ്ങനെ വിവരിക്കുന്നത്? അത്രയ്ക്ക് ഒരു കോട്ട പണിയുന്ന ലുക്കിലാണ് ഈ ഹോട്ടൽ പണിതിരിക്കുന്നത്. ഇതുപോലൊരു ഹോട്ടലിൽ 4000 രൂപ കൊടുത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിലും, പക്ഷേ ഇത് അവർക്കോ നമുക്കോ ഇതൊരു നിസ്സാര എമൗണ്ട് അല്ല. പക്ഷേ ഇതിനുള്ളതുണ്ട് ഇവിടെ. ഇതിൻ്റെ മുറ്റം കണ്ടോ, ഈ കോമ്പൗണ്ടിൻ്റെ ഈ ഇരുമ്പ് ഗേറ്റിൻ്റെ ബലം കണ്ടോ, ഈ താഴ് കണ്ടോ, ചിന്തിച്ച് നോക്കും. വെറും ഇഷ്ടിക, വെറും 5 രൂപയുടെ ഇഷ്ടിക കൊണ്ടാണ് ഈ കോട്ട പോലത്തെ ഈ കൊട്ടാര സദൃശ്യമായ ഈ പടുകൂറ്റൻ ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം കവാടവും കൂടി കാണിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. എൻ്റെ വാഹനത്തിലേക്ക് ഞാൻ കയറുകയാണ്. ഇവിടെ നിന്ന് ഹോട്ടലിൻ്റെ പുറത്തേക്ക് ഞാനും എൻ്റെ വൈഫും എൻ്റെ കുടുംബക്കാരും എല്ലാവരും അതിശയത്തോടെയാണ് ഈ ഹോട്ടലിനെ കണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഹോട്ടലിൻ്റെ വലിപ്പം എന്താണെന്ന്, ഈ ഹോട്ടലിൻ്റെ ശക്തി എന്താണ്. ഇതിൻ്റെ പേരാണ് ഹോട്ടൽ നിമന്ത്രൺ. ഈ ഹോട്ടലിൻ്റെ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് തന്നെ ഏതാണ്ട് ഒരു 70-80 മീറ്റർ വീതിയുണ്ട്, അകത്തേക്കൊരു 100 മീറ്റർ വീതിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലുലു മാളിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റുകളാണ് കണ്ടത്. ലുലു മാളിൻ്റെ ഒരു മിനി മാളാണെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ കാഴ്ച കണ്ട് സംതൃപ്തിയായി, അല്ലെങ്കിൽ ഈ കാഴ്ച ബോധ്യപ്പെട്ടു എന്ന് കരുതാം. അപ്പോൾ ഹരിയാനയിൽ നിന്ന് സാജൻ പൈനാപ്പിളിന് വേണ്ടി സാജൻ എല്ലാവർക്കും നമസ്കാരം നടന്നുകൊണ്ട് ഹരിയാന കാഴ്ചകളിലേക്കാണ് നമ്മൾ, റോഡുകളിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഹോട്ടലിനോട് നമ്മൾ വിട പറയുകയാണ്. വീണ്ടും കാണാം. ബൈ.